നമസ്തേ. 6/7/2025 ഞായറാഴ്ചത്തെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. മിഥുനം, കന്നി, തുലാം രാശിക്കാർക്ക് ശുഭവും, മേടം, ഇടവം, മകരം, കുംഭം രാശിക്കാർക്ക് മധ്യമവും, ചിങ്ങം, ധനു രാശിക്കാർക്ക് അഥവാ കൂറുകാർക്ക് ദോഷവും, കർക്കിടകം, വൃശ്ചികം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഈ ദോഷം, കഠിന ദോഷം എന്ന് പറഞ്ഞാലും പേടിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ ദൈവാധീനം ഉണ്ടാക്കിയാൽ മതി. ഇനി രണ്ട് പ്രധാന കമൻറ്റുകൾക്ക് ഒരു കമൻറ്റിന് വളരെ എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെടുന്നൊരു കമൻറ്റാണ്. അത് വീട്ടിൽ ഒരു പാമ്പ് വന്നു, ആ പാമ്പിനെ ചരലെടുത്ത് എറിഞ്ഞപ്പോൾ അത് തല ഉയർത്തി പിടിച്ച് നിന്നു. ഇത് ദോഷമാണോ എന്നാണ് ചോദ്യം. പലരും പല കാര്യങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഇതിപ്പോൾ ഒരു കമൻറ്റും കൂടെ കണ്ടപ്പോൾ അത് പൊതു ഗുണമുള്ള കമൻറ്റായിട്ട് തോന്നി. നിങ്ങളുടെ വീട്ടിൽ വല്ലപ്പോഴും ഒരു പാമ്പ് വന്നു എന്നുള്ളതൊന്നും സർപ്പദോഷമേ അല്ല, അങ്ങനെ ധരിക്കുകയേ വേണ്ട. വല്ലപ്പോഴും ഒരു പാമ്പ് വന്നു, അതിനെ ഒരു ചരലെടുത്തെറിഞ്ഞു, അത് ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞ് നിന്ന് തലപൊക്കി നോക്കി ഈ ചരലൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് പാവം അറിയാൻ പാടില്ല, പേടിച്ചതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ ചിലപ്പോൾ തല ഒന്ന് ഉയർത്തി പിടിച്ച് നോക്കി എന്നൊക്കെ വരും. അതൊന്നും ആ പാമ്പ് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഇഴഞ്ഞു പോവുകയും ചെയ്യും. കൊന്നില്ല എങ്കിൽ, നിങ്ങളതിനെ ഉപദ്രവിച്ചില്ല എങ്കിൽ. ഇതിനൊന്നും ഉപദ്രവിക്കേണ്ട കാര്യങ്ങളില്ല, അത് അതിൻ്റെ വഴിക്ക് പോകും. നമ്മുടെ ഭാഗത്തേക്ക് കയറി വരാതെയും നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ചുറ്റുപാടിലേക്ക് അത് പ്രവേശിക്കാതെ ഇരുന്നാൽ, നമ്മൾ കുറച്ച് രണ്ട് കല്ലെടുത്തെറിഞ്ഞ് അങ്ങോട്ട് ഓടിച്ചാൽ പിന്നെ അത് ഞങ്ങൾ ആ പ്രദേശത്തേക്ക് വരില്ല. ഒരു അപകടം മണത്താൽ പിന്നെ ഇങ്ങനെയുള്ള ജീവികളാരും മനുഷ്യരൊഴിച്ച് ആരും അങ്ങോട്ട് കയറില്ല, അവർ ഒഴിഞ്ഞാൽ പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ അപകട സൂചനയൊക്കെ ഉണ്ടായാൽ പിന്നെ അവർ ആ പ്രദേശത്തേക്ക് പോലും വരില്ല പരമാവധി. അതുകൊണ്ട് അവരെ കല്ലെടുത്ത് എറിഞ്ഞ് അല്ലെങ്കിൽ തല്ലി കൊല്ലുമൊന്നും ചെയ്യാതെ പരമാവധി എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ചെന്നാൽ ചിലപ്പോൾ യാദൃശ്ചികമൊക്കെ സംഭവിക്കാം. അത് അതിൻ്റെ ആയുസ്സും കൂടെ എത്തിയാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം മരണം എന്ന് പറയുന്നത് ഏത് ജീവിയുടേതാണെങ്കിലും ഈശ്വരൻ്റെ നിശ്ചയമാണ്. എൻ്റെ അംശമായ ജീവനെ ഞാൻ അതിൽ നിന്ന് എപ്പോൾ എടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഭഗവാൻ മാത്രം, ഏതൊരു വസ്തുവിലാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഇപ്പോൾ ഒരു മരണം നടന്നു എന്നുള്ളത് കൊണ്ട് വലിയ ദുഃഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ വിചാരിച്ചാലൊന്നും നമ്മുടെ ജീവനെ കളയാൻ പറ്റില്ല, ഭഗവാൻ തന്നെ തീരുമാനിക്കണം. അതിനൊരു കാരണവും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഭാഗ്യമായി വരുന്നതെല്ലാം കാരണമാണ്, അത്രയേ ഉള്ളൂ. ആത്മാവ് അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം ആ ജീവൻ്റെ അംശമായ ഭഗവാന്റെ അംശമായ ആ ആത്മാവ് മാറിക്കഴിയുമ്പോൾ, ഈശ്വര സാന്നിധ്യം മാറിക്കഴിയുമ്പോൾ അത് ജഡമായി തീരും, ആത്മാവില്ലാത്തതായി തീരും, സത്ത് പോയതായി തീരും. സത്ത്, യഥാർത്ഥമായ സത്ത് പോകും. അത് ഏത് ജീവിയിലും ഉള്ളതാണ്. സർവ്വചരാചരങ്ങളും അങ്ങനെ തന്നെയാണ്, ജീവനുള്ളവയെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സർപ്പം വന്നു എന്നുള്ളത്, ഒരു പാമ്പ് വന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സർപ്പദോഷമാകണ്ട. പക്ഷെ നിരന്തരമായി നിങ്ങൾക്ക് ഇതിങ്ങനെയുള്ള സർപ്പങ്ങളുടെ അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെയൊക്കെ സാന്നിധ്യം വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകും, നിരന്തരമായി ഉണ്ടാകുകയാണെങ്കിൽ അത് എന്തെങ്കിലും ദോഷത്തിൻ്റേതാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. യാദൃശ്യമായ ഒരു ദിവസം ഉണ്ടായെന്ന് വെച്ച് പേടിക്കേണ്ട, അങ്ങനെ ധരിക്കുക പോലും വേണ്ട. അതൊക്കെ ചില തെറ്റായ ധാരണകളെ സമൂഹത്തിൽ പരത്തിയതിൻ്റെ ഫലമാണ്. അതിന് ഈ പറയുന്ന ജ്യോതിഷ പണ്ഡിതന്മാർക്കുമൊക്കെ ഒരു പരിധി വരെ പങ്കുണ്ട്. കാരണം അത് സർപ്പദോഷം അതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. അതിനൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരു പാമ്പ് ഒരാളെ കൊത്തിയാലും ചിലപ്പോൾ സർപ്പദോഷം കൊണ്ട് കൊത്തിയതായിക്കൊള്ളൊന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതാണോ എന്നറിയണമെങ്കിൽ രാശി വെച്ചും പ്രശ്നവിധി പ്രകാരവും രാജപ്രകാരവും ഒക്കെ അവർക്ക് അതിൻ്റെ ദോഷങ്ങൾ പൂർവികമായോ മറ്റോ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതുണ്ടെന്ന് പറയുക നല്ലതുണ്ട്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് സർപ്പദോഷമാണെന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അത് ഭഗവാന് ഈശ്വരന് നിരക്കുന്നതാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല എന്നേ എനിക്ക് പറയാൻ കഴിയും. അത് വളരെ കൃത്യമായി പരിശോധിച്ച് മാത്രം പറയേണ്ട കാര്യങ്ങളാണ്, സർപ്പദോഷമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇനി ഈ ദോഷങ്ങളൊന്നുമില്ലെങ്കിലും
നാഗപ്പാട്ട് പാടിക്കുക, നാഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാലും നൂറുമൊക്കെ കൊടുക്കുക തുടങ്ങിയ നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല, അത് ഗുണകരമാണ് താനും. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു ദോഷമായിട്ട് പറയാനില്ല എന്നർത്ഥം. അത് ഇങ്ങനെ ദോഷമുള്ളവർക്ക് മാത്രമേ വഴിപാട് കഴിക്കാവൂന്നില്ല എന്നർത്ഥം. ഇതിലൊക്കെ പ്രധാനം നാമം ജപിച്ചാൽ മതി. നാമജപത്തിനെ എല്ലാം നമ്മുടെ ഇഷ്ടദേവത നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുമെന്ന വിശ്വാസത്തോടെ നമ്മുടെ ഇഷ്ടദേവതയെ, അല്ലെങ്കിൽ നമ്മുടെ ദേശദേവതയെ, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മദൈവത്തെ, അതല്ലെങ്കിൽ നമ്മുടെ ജാതകാവശാലുള്ള ആരാധന നടത്തേണ്ട നമ്മുടെ ദേവതയെ ഒക്കെ എന്ത് പ്രയാസങ്ങളിൽ നിന്നും അവരെന്നെ മോചിപ്പിക്കാൻ കൂടെയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നാമം ജപിച്ചാൽ അധികം ദോഷങ്ങൾ മാറിക്കിട്ടും. പിന്നെ ചില ദോഷങ്ങളൊക്കെ, ജാതകദോഷവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വരികയും ചെയ്യും. കാരണം നമ്മുടെ ആചാര്യന്മാർ ആ പരിഹാരം പറഞ്ഞിട്ടുള്ളത് ദോഷങ്ങൾ ഈ പറഞ്ഞ നാമജപം കൊണ്ട് മാത്രം പരിഹരിക്കാനാവില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ നാമജപം വളരെ പ്രധാനമാണ്. കലിയുഗത്തിൽ മറ്റെന്തൊക്കെ പരിഹാരങ്ങൾ നടത്തിയാലും നാമജപം അത്യന്താപേക്ഷിതമാണെന്ന് നമ്മുടെ എല്ലാ ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാമജപത്തിന് തന്നെയാണ് പ്രാമുഖ്യം. അതോടൊപ്പം മറ്റതും ആകാം എന്ന് മാത്രം. അതൊക്കെ ചെയ്യുമ്പോഴും നാമജപം വേണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഒരു ധാരണ വേണ്ട. സർപ്പദോഷം എന്ന് ധരിക്കേണ്ട. കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഇത് മാർഗ്ഗതടസ്സം പോലെ ഈ വക ലക്ഷണങ്ങൾ, ഇഴജന്തുക്കളുടെയൊക്കെ ലക്ഷണങ്ങൾ മാർഗ്ഗതടസ്സം പോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കുക. വേണ്ട ഇതിൽ ജാതകമോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കി പരിശോധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടു എന്നുള്ളതുകൊണ്ട് പേടിക്കേണ്ട. എടുത്തെടുത്ത് പറയുന്നത് ഈ പ്രശ്നങ്ങൾ ഒരുപാട് എൻ്റെ അടുത്ത് ഇങ്ങനെ വരാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എങ്കിലാണ് നിങ്ങൾ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയും എൻ്റെ ഈ വീഡിയോ കൂടുതൽ പേര് കാണുകയും ചെയ്യുന്നു തോന്നുമ്പോഴാണ് എനിക്കത് കൂടുതൽ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുക. അപ്പോൾ നിങ്ങളുടെ സഹകരണം അനുസരിച്ച് വീഡിയോ കൂടുതൽ ആളുകൾ കാണുകയുള്ളൂ. കൂടുതൽ ആളുകൾ കാണുന്നതനുസരിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കൊക്കെ മറുപടി പറയാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടാവും. വാസ്തുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്, അത് ഞാൻ വാസ്തു പോസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അത് ഞാൻ വാസ്തുവിനെ 1-2 പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. കുറേ കാലങ്ങൾക്ക് മുമ്പ് കുറേ പോസ്റ്റുകൾ കിടപ്പുണ്ടാവും, അത് പഴയ പോസ്റ്റുകളാണ്. അത് തപ്പി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആവാം. പുതുതായിട്ട് നിങ്ങൾക്ക് പോസ്റ്റുകൾ തരികയും ചെയ്യും. അപ്പോൾ ചോദ്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ആ ചോദ്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് ഒരു വാസ്തുവിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഈ കമൻറ്റുകൾക്കെല്ലാം ആ ഇതിലൂടെ മറുപടി പറയുകയും ചെയ്യാം. അപ്പോൾ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ആരോഗ്യ അനുകൂലമാണ്. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാനൊക്കെ കഴിയും. എന്നാൽ മനസ്സ് ഒരു അസ്വസ്ഥത കാണിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിന്ത ഉണ്ടാകും. ഒരു കൺട്രോൾ മനസ്സിലുണ്ടാക്കുന്നത് നന്നായിരിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാകാൻ സാധ്യത കുറവാണ് പല കാര്യങ്ങളിലും ഈ ദിവസം. പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല, എങ്കിൽ മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്നൊരു കാലഘട്ടമാണ്. സഹോദരസ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില തർക്കങ്ങൾ, നഷ്ടങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. കടബാധ്യത വരാതെ ശ്രദ്ധിക്കണം. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാവും. മക്കൾ അത്ര അനുകൂലമൊന്നുമല്ല, എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ ഇടപെടലുകളെ കുടുംബത്തിൽ അനുവദിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർ ഇടപെടുമ്പോൾ നമ്മളതിന് മറുപടി പറയുകയോ അത് ഗൗനിക്കാതിരിക്കുകയോ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകരുടെയൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും. പിന്നെ 7 ശനിയുടെ കാലഘട്ടമൊക്കെയാണ്. ജാതകത്തിൽ ശനി നിൽക്കുന്നത് അനുകൂലമല്ലെങ്കിൽ കുറേയധികം ദോഷങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വരും. അതിനുള്ള പരിഹാരങ്ങൾ, ജപങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇടവം രാശി. ഇടവം രാശിക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം തന്നെയാണ്.
പക്ഷേ അവർക്ക് ദൈവാധീനം നിലനിൽക്കുന്ന ഒരു ദിവസം കൂടെയാണ്. ഗുണദോഷ സമ്മിശ്രമായതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ ഒരു അലസതയൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. ആരോഗ്യത്തിനുള്ള ഒരു കുറവുണ്ടായിരിക്കും. പൊതുവെ ഒരു പ്രതിരോധ ശക്തിയൊക്കെ കുറവായിരിക്കും. കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഈ ദിവസം നന്നായിരിക്കും. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ദിവസമാണ്. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. എന്നാൽ പിതൃസ്ഥാനീയരും ഗുരുസ്ഥാനീയരും അത്ര അനുകൂലമല്ല ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും ദൈവാധീനമുള്ളത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ പോകുകയും ചെയ്യും. ദഹനക്കുറവ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അമിതമായ ആഹാരമൊന്നും കഴിക്കാതെ അത്യാവശ്യത്തിന് വേണ്ടത് ഉദരസംബന്ധമായി പ്രശ്നങ്ങളില്ലാത്തതായ ആഹാരം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ചില കടബാധ്യതകളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ ഒരിക്കലും അനുകൂലമായിരിക്കില്ല. വളരെ ശ്രദ്ധയോടെ വളരെ കരുതലോടെ വേണം വാക്കുകളെ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. വാക്കുകൾ മൂലം നഷ്ടമുണ്ടാകാനുള്ളൊരു സാധ്യതയും മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട്. സുഹൃത്തുക്കളായിരിക്കുന്നവർ പോലും ശത്രുക്കളാകാനുള്ളൊരു സാധ്യത ഈ ദിവസങ്ങളിലുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാം. എങ്കിലും ദൈവാധീനം ഉള്ള ഒരു ദിവസമായതുകൊണ്ട് കുറേയൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവും. എന്നാൽ ആ എടുത്തുചാട്ടം വാക്ക് അത് നിയന്ത്രിക്കാൻ കുടുംബത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ മേഖല കുറച്ച് അനുകൂലമാണ്. പുതിയ തൊഴിൽ മേഖലയൊക്കെ കണ്ടെത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താനും സഹായിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഇടവക്കൂറുകാർ ഉപയോഗിക്കരുത്. മിഥുനം, മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കൂറുകാർക്ക് ശുഭകരമായൊരു ദിവസമാണ്. എങ്കിൽ പോലും അവരുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മിഥുനം എന്ന് പറഞ്ഞാൽ മകയിര അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ് കേട്ടോ. മനസ്സിനെ കൺട്രോൾ ചെയ്യണം. മനസ്സ് ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല. ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്നും വരില്ല. എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അലസത ഒന്നുമില്ലാതെ കാര്യങ്ങൾ മിഥുനക്കൂറുകാർക്ക് ചെയ്യാൻ പറ്റും. ആരോഗ്യ കാര്യത്തിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളെക്കാളൊക്കെ മേന്മയുണ്ടാകും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും. ശത്രുക്കളായിരുന്നവരെ മിത്രങ്ങളാക്കി മാറ്റാൻ അനുയോജ്യമായ ഒരു സമയമാണ്. മറ്റ് വീടുകളിലൊക്കെ ഒന്ന് സന്ദർശനം നടത്തി ശത്രുക്കളായിരിക്കുന്നവരുടെ വീടുകളൊന്ന് സന്ദർശനം നടത്തുകയും ആ ശത്രുത ഇല്ലാതാക്കാനൊക്കെ പറ്റിയ ഒരു സമയമാണ്. നന്നായിട്ട് ഈശ്വരാധ്യയനത്തോടു കൂടി പോവുകയാണെങ്കിൽ ശുഭകരമായ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നല്ല മിത്രങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടെയാണ്. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. പക്ഷേ മക്കളിൽ നിന്ന് മനസ്സിന് അല്പം അസ്വസ്ഥമായ സ്ഥിതി ഉണ്ടാവും. തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമൊന്നുമല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അത്ര മേന്മയുള്ളതായിരിക്കില്ല. കർക്കിടകൻ രാശി ഒട്ടും അനുകൂലമല്ല കേട്ടോ. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടകൻ രാശിക്കാർക്ക് കുറച്ച് നാളും കൂടെ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അത് ശ്രദ്ധിക്കണം. ഒരു ഭാഗ്യക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന സമയമാണ് കർക്കിടകൂറുകാർക്ക്. ആരോഗ്യം അനുകൂലമല്ല. അതേപോലെ മനസ്സും അത്ര അനുകൂലമല്ല. ബുദ്ധി അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരഭിപ്രായ സ്ഥിരതയോടെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം വേണ്ട പോലെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നുള്ള അഭിപ്രായ വ്യത്യാസവും ദേഷ്യവും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു പ്രതിരോധ ശക്തി കുറവ് ശരീരത്തിൽ അനുഭവപ്പെടും. വളരെ ക്ഷീണം അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും.
അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലൊക്കെ അപകടകരമായ തൊഴിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കണം. സുരക്ഷിതമായ മാർഗങ്ങൾ സ്വീകരിക്കണം. പൊള്ളലൊക്കെ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകളെ വളരെയധികം നിയന്ത്രിച്ച് ഉപയോഗിക്കണം. കുടൽ രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമല്ല. അവരുടെ വാക്കുകളൊക്കെ കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് സ്വീകരിക്കണമെന്നൊക്കെ സ്വന്തം തീരുമാനത്തിൻ്റെ പുറത്ത് മാത്രം മതി. അല്ലാണ്ട് അവരത് പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായ ഒരു സമയമായിരിക്കില്ല. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് ഈ ദിവസങ്ങളിൽ നല്ലത്. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും. മക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ബാക്കി കാര്യങ്ങളൊന്നും പൊതുവെ അനുകൂലമല്ല. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒക്കെ അനുകൂലമായിരിക്കില്ല. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലാളികളിൽ നിന്നും പ്രതികൂലമായ സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. തൊഴിലാളികളോടൊക്കെ സംസാരിക്കുമ്പോഴും വാക്കുകളെ വളരെ കൺട്രോൾ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കർക്കിടക രാശിക്കാർ. അതുപോലെ അനുചിതമായ സുഖബന്ധങ്ങളിലും ചെന്ന് ചാടരുത് ഈ രാശിക്കാർ. ചിങ്ങം, മകം, പൂരം, ഉത്രം, ആദ്യകാൽ ഭാഗം. ചിങ്ങക്കുറുകാർക്ക് ദോഷകരമായ സമയമാണ്. പക്ഷേ എങ്കിൽ അവർക്ക് ആരോഗ്യം പൊതുവെ അനുകൂലമാണ്. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും, അലസത ഉണ്ടാവും. പക്ഷെ മനസ്സും ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് അമിതമായ ആത്മവിശ്വാസത്തോടെ ചിന്തിക്കാതെ ഒരു കാര്യം പ്രവർത്തിക്കാൻ തീരുമാനിക്കരുത്. വളരെ പ്രയാസങ്ങളുണ്ടാവും. എടുത്തുചാട്ടം ഒഴിവാക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ കഴിയുമെങ്കിൽ മറ്റുള്ളവരൊക്കെ ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യാവൂ. എങ്കിലും അത് സ്വന്തം തീരുമാനത്തിന് തന്നെ വിടണം. കാരണം ആലോചിക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. മക്കളോട് ആലോചിക്കാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് ആലോചിക്കാം. ബാക്കി കാര്യങ്ങളൊന്നും അത്ര മേന്മയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. മാനസിക രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ഗർഭാവസ്ഥയിലുള്ളവർ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാവും. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കേണ്ടതായ ഒരാവശ്യമുണ്ട്. ആവശ്യമില്ലാതെ ഒരു കാര്യങ്ങൾക്ക് അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യരുത്. അതുപോലെ ധനപരമായ കാര്യങ്ങളിലൊക്കെ ചില അഭിപ്രായങ്ങൾ പറയേണ്ടതില്ല. പറയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പറയുകയാണെങ്കിൽ അത് നഷ്ടം വരാത്ത രീതിയിൽ പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കളും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ പൊതുവേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, പ്രത്യേകിച്ച് തൊഴിലാളികളിൽ നിന്ന്. ഒരു കാരണവശാലും ചിങ്ങക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. അനുചിതമായ സുഖബന്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കാനും ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കന്നിരാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിരാശിക്ക് ശുഭകരമായ ദിവസമാണ്. അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ തീർക്കണം എന്നൊക്കെ ആഗ്രഹിക്കും. അതൊക്കെ തീർക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്തുണ്ടാവും. എന്നാൽ മനസ്സ് അങ്ങോട്ട് അനുകൂലമായിരിക്കില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സിന് ഒരു അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുമൂലം അഭിപ്രായ സ്ഥിരതക്കുറവുണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് തൻ്റെ അഭിപ്രായങ്ങളെ മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥ തുടങ്ങിയ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാതൃസ്ഥാനികർ അത്ര അനുകൂലമൊന്നുമല്ല. എന്നാൽ പിതൃസ്ഥാനികർ പൊതുവെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. എന്നാൽ ഭൂമി സംബന്ധമായോ മറ്റോ കാര്യങ്ങൾ ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. പൊതുവെ ഒരു ദൈവാധീനക്കുറവ് ശുഭകരമായ ദിവസമാണെങ്കിലും അനുഭവപ്പെടും. അതുകൊണ്ട് അത് ഉണ്ടാക്കാനായിട്ടൊരു ശ്രമം കൂടെ നടത്തിക്കൊള്ളണം. എങ്കിലാണ് ആ ശുഭം അനുഭവിക്കാനായിട്ട് കഴിയുള്ളൂ.
ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ കൊടുക്കണം. ചെറിയ നഷ്ടങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊക്കെ കണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് ചില നഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിലാളികളിൽ നിന്നും മനസ്സിന് അനുകൂലമല്ലാത്ത പല പ്രയാസങ്ങളും ഉണ്ടാകാനായിട്ട് കന്നിരാശിക്കാർക്ക് സാധ്യതയുണ്ട്. അതേപോലെ ചില ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഉള്ള പ്രവർത്തികളിൽ ചില താമസം, ചില തടസ്സം ഒക്കെ ഉണ്ടാകും. അതേപോലെ അവർക്ക് ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങളും ചില ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വിഘ്നമായിട്ട് നിൽക്കും. തൊഴിൽ രംഗത്താണ് കേട്ടോ അത് പറഞ്ഞത്. ഇനി തുലാം രാശി. തുലാം രാശിക്കാർക്ക് അനുകൂലമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം ഇത്തിരി അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവും. ആത്മവിശ്വാസക്കുറവുണ്ടാവും. അലസതയും സംശയമൊക്കെ ഉണ്ടാവും. പിത്ത സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ രാവിലെ മനസ്സിന് ഒന്നും ഒരു സ്വസ്ഥത അനുഭവപ്പെടില്ല. എന്നാൽ ഉച്ച മുതൽ ആ കാര്യങ്ങളൊക്കെ ഒരു മാറ്റം വന്നോളും. അപ്പോൾ മനസ്സൊന്ന് കൺട്രോൾ ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. ആസ്മ, മാനസിക അസ്വസ്ഥത തുടങ്ങിയ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ്. കടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. വാഹനങ്ങൾ മൂലമൊക്കെ നേട്ടങ്ങളുണ്ടാവും. മുൻകോപം ഒന്ന് നിയന്ത്രിക്കുക, എങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ദോഷങ്ങളൊക്കെ പരിധി വരെ കുറയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. തൊഴിൽ മേഖലയും അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്തെ പുതിയ മേഖലകൾ കണ്ടെത്താൻ അനുയോജ്യമാണ്. തൊഴിൽ രംഗത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അനുയോജ്യമായ സമയമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പുതിയ കോഴ്സുകളൊക്കെ ചെയ്യുന്നതിന് അനുകൂലമായ സമയമാണ്. പൊതുവെ തുലാം രാശിക്കാർക്ക് കുറച്ച് നാളത്തേക്ക് അനുകൂലതയുണ്ടാവും. വൃശ്ചികം ഒട്ടും അനുകൂലമല്ല. വൃശ്ചിക രാശിക്കാർക്ക് കുറച്ച് നാളത്തേക്കും കൂടെ വൃശ്ചിക രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ജാതകം കൂടെ മോശമാണെങ്കിൽ വളരെ മോശമായിരിക്കും. അപ്പോൾ നമ്മൾ കരുതുക, ശ്രദ്ധിക്കുക, കരുതലെടുക്കുക, എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന് പരിഹാരമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഈശ്വരനെ ഭജിക്കുക. നമ്മുടെ കൈകളിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഈശ്വരൻ്റെ മുന്നിലേക്ക് നമ്മളെ സമർപ്പിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് വൃശ്ചികരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവ്, അതേപോലെ അലസത, എല്ലാ കാര്യത്തോടും ഒരു സംശയം, ആരോഗ്യകരമായി അത്ര അനുകൂലമല്ലാത്ത അവസ്ഥ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ഒരു കാര്യത്തിലും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണിത്. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, കടബാധ്യത, വേണ്ടപ്പെട്ടവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും, വാക്കുകളൊക്കെ പരമാവധി വളരെ കുറച്ച് ഉപയോഗിക്കുക. കഴിയുമെങ്കിൽ ഉപയോഗിക്കാതെ തന്നെ ഇരിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് ഒട്ടും അനുകൂലമല്ല. ഈ നാളുകാരായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധ വേണം. അവരുടെ സുഹൃത്തുക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾ മൂലം ചില ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ നാളുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു കൊള്ളണം. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മൂലം കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത അവസ്ഥയുണ്ടാവും. തൊഴിൽ രംഗത്തും ഒട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരും തൊഴിലാളികളും ഒന്നും അനുകൂലമായിരിക്കില്ല. മേലുദ്യോഗസ്ഥർ ഒട്ടും അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിന്ന് കൊടുക്കരുത്. അനുചിതമായ ഒരു സുഖബന്ധങ്ങളെയും സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കരുത്. വൃശ്ചിക രാശിക്കാർ കുറച്ച് നാളത്തേക്ക് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ ദിവസം പ്രത്യേകിച്ച്. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് ദോഷകരമായ ദിവസമാണ്.
ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ്. ആരോഗ്യകാര്യങ്ങളും അത്ര അനുകൂലമൊന്നുമല്ല, മനസ്സ് അനുകൂലമല്ല, ഒന്നിനും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല, അലസത, സംശയം, അതേപോലെ ആരോഗ്യകാര്യം അനുകൂലമല്ല, വിളർച്ച, വാദസംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ പിത്ത സംബന്ധമായ അസുഖങ്ങളൊക്കെ ധനുരാശിക്കാർക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മനസ്സ്, ബുദ്ധിയൊന്നും അനുകൂലമല്ല, അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിലുണ്ടാവില്ല, മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല, സഹോദര സ്ഥാനീയർ അനുകൂലമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും, കടബാധ്യത ഉണ്ടാവും. തൊഴിൽ രംഗത്ത് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപകടകരമായ തൊഴിലാണ് ചെയ്യുന്നതെങ്കിൽ വളരെ സുരക്ഷിതമായ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ആ തൊഴിൽ ചെയ്യുക. ഒരു അശ്രദ്ധമായി വാഹനം ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, ഒന്നും തന്നെ അശ്രദ്ധമായി ചെയ്യാതിരിക്കുക. വളരെ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും കൊടുക്കുക. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും അനുകൂലമല്ലാത്തൊരു സമയമാണ്, അതും കൂടെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല എന്ന് പറയുമ്പോൾ ഈ അവരുടെ രക്ഷകർത്താക്കളൊരു ശ്രദ്ധ ആ കുട്ടികളിൽ ആ ദിവസങ്ങളിലൊക്കെ ഒന്ന് കൊടുക്കുന്നത് നന്നായിരിക്കും, കഴിയുന്ന രീതിയിൽ. ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ ഒരാശ്വാസം ഒക്കെ ഉണ്ടാകും, ചെറിയ തോതിലേ ഉണ്ടാവുള്ളൂങ്കിലും ആശ്വാസം ഉണ്ടാവും. മക്കളിൽ നിന്നും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും. എന്നാൽ ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥത ഈ ദിവസം കുറവായിരിക്കും. പൊതുവേ 4 ശനി സഞ്ചരിക്കുന്ന സമയമാണ് ധനുക്കൂറുകാർക്ക്. ജാതകത്തിലും ശനി അനുകൂലമല്ലാത്ത സ്ഥലത്താണെങ്കിൽ കുടുംബസമാധാനക്കുറവ്, വേർപിരിഞ്ഞ് നിൽക്കുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ജാതകത്തിൽ നിങ്ങളുടെ ശനി എവിടെയാണ് നിൽക്കുന്നതെന്നൊന്ന് പരിശോധിച്ചിട്ട് അതിനനുയോജ്യമായ രീതിയിൽ ജീവിതക്രമത്തെ ചിട്ടപ്പെടുത്തുന്നത് ധനുരാശിക്കാർക്ക് വളരെ നല്ലതാണ്. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. തൊഴിലാളികളിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ്. മകരക്കൂറ് ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ആരോഗ്യം പൊതുവെ മേന്മയുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശരീരത്തിന് ഒരു മേന്മയും ഗുണവും ഒക്കെ കിട്ടും. എന്നാൽ മനസ്സ് ഒരു അസ്വസ്ഥമായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ പുറകെ ഇങ്ങനെ തൂങ്ങി നടക്കുക ദിവസം മുഴുവൻ, അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കണം. മനസ്സും ബുദ്ധി അനുകൂലമല്ല, മാതൃസ്ഥാനീയർ അനുകൂലമല്ല, എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയൊന്നും ഒരു കാര്യത്തിലും ഉണ്ടാവില്ല. രാവിലെ പറഞ്ഞായിരിക്കില്ല വൈകുന്നേരം പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറയാതിരിക്കുക. ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. കടബാധ്യത വരും. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. സഹോദരസ്ഥാനീയരൊന്നും അത്ര അനുകൂലമൊന്നുമല്ല. എടുത്തുചാട്ടം ഒഴിവാക്കണം. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം വാക്കുകൾ മൂലം വളരെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ മകരൻ രാശിക്കാർക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മകരൻ രാശിക്കാരുടെ ജാതകത്തിലെ 2ാം ഭാവാധിപനൊന്നും ശരിയല്ല, അല്ലെങ്കിൽ വാക്കാരകത്വം വഹിക്കുന്ന ഗ്രഹങ്ങൾ ശരിയല്ല എങ്കിൽ വളരെ പ്രശ്നങ്ങളുണ്ടാകും. കുറച്ച് കാലത്തേക്ക് അതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ മകരക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവാം. എന്നാൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അതേപോലെ അനുചിതമായ സുഹൃബന്ധങ്ങളെയും ഉണ്ടാക്കരുത്. അത് ദോഷം ചെയ്യും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരോരുട്ടാതി ആദ്യ 3/4 ഭാഗം. കുംഭൻ രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്, മധ്യമാവസ്ഥയാണ്. അവരുടെ ആരോഗ്യം അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ച് നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, മാനസികമായ അസ്വസ്ഥത, അലർജി രോഗങ്ങൾ എന്നിവയുള്ളവർ ശ്രദ്ധിക്കണം. എല്ലാത്തിനും ഒരു അഭിപ്രായ സ്ഥിരത കുറവുണ്ടാവും. എങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ കഴിയും. അഭിപ്രായം ഇങ്ങനെ മാറി മാറി പോവുമെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ കഴിയും. മനസ്സ് ബുദ്ധിയൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. സഹോദരസ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത വർദ്ധിക്കും. എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. മക്കൾ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും.
അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലാളികളും അത്ര അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കുംഭം രാശിക്കാർ. മീനം പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി. മീനം രാശിക്കാർക്ക് ദോഷകരമായ കഠിന ദോഷമുള്ളൊരു ദിവസമാണ്. ആരോഗ്യ അനുകൂലമല്ല, മനസ്സ് അനുകൂലമല്ല. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥത, ഉദരസംബന്ധമായ അസുഖങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവർ, ഗർഭാശയ രോഗമുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു കാര്യത്തിലും ഒരു ആത്മവിശ്വാസമില്ലായ്മ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ മനസ്സിനും പ്രയാസമായിരിക്കും. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുദോഷമൊക്കെ കുറയും. അപകടങ്ങളൊന്നും വലിയ കാര്യമായിട്ട് പേടിക്കേണ്ട. ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുക. ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. അനാവശ്യമായ സംസാരം ഒഴിവാക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കണം. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണെങ്കിലും മക്കളിൽ നിന്ന് മനസ്സിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല. തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അനുചിതമായ സുഹൃബന്ധത്തെയും സൃഷ്ടിക്കരുത്. ഈ കാലഘട്ടം അതിന് അനുയോജ്യമല്ല. കുറച്ച് കാലത്തേക്ക് ആ ദോഷങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ദോഷങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് വന്നു കയറും. ഈ സുഹൃബന്ധങ്ങളാണെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വന്നു കയറും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ബോധപൂർവം തടഞ്ഞ് നിർത്തണം എന്നർത്ഥം. അപ്പോൾ ഇത് ആരുടെയും ജാതകഫലമല്ല, പൊതുഫലമാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ചില ആളുകൾ അത് അവരുടെ ജാതകഫലം പറഞ്ഞത് ആണ് എന്നും തോന്നുന്ന പോലെയുള്ള കമൻറ്റ് വരുന്നത് കൊണ്ടാണ്. അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതേപോലെ നിങ്ങളുടെ കമൻറ്റുകൾ, പൊതുവേ ഗുണകരമാകുന്ന കമൻറ്റുകൾക്കെല്ലാം ഞാൻ വളരെ വിശദമായി മറുപടി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കമൻറ്റുകൾക്കുള്ള മറുപടി എല്ലാവരും കൃത്യമായി കേൾക്കാൻ വിചാരിക്കുക. അത് വളരെ ഗുണകരമാകുകയും ചെയ്യും നിങ്ങൾക്ക്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ.